ബഹുമാനപ്പെട്ട ശ്രീ ജോബ് മൈക്കിൾ, ജലവിഭവ. സാർ, ഞാൻ ഈ ചങ്ങനാശ്ശേരി AC കനാൽ തുറക്കുക എന്നുള്ളതാണ് ഇവിടെ അവതരിപ്പിക്കുന്ന മിഷൻ. ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് പണി പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. കുട്ടനാട്ടിലെ ജനങ്ങളും അപ്പർ കുട്ടനാട്ടിലെ ജനങ്ങളും വലിയൊരു ആവശ്യമാണ് സാർ AC കനാൽ തുറക്കുക എന്നുള്ളത്. AC കനാലിൽ ഒന്നാം ഘട്ടമായ ഒന്നാം കരയിൽ നെടുമുടിയുള്ള ഭാഗം തുറന്നാൽ അത് കുട്ടനാട് പോലെ തന്നെ അപ്പർ കുട്ടനാട്ടിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് തിരുവല്ല, ചങ്ങനാശ്ശേരി പെട്ട പ്രദേശത്തിലെ ജനങ്ങൾക്കും അതോടൊപ്പം നെൽകർഷകർക്കും വളരെയധികം പ്രയോജനം ലഭിക്കും. ഈ മേഖലയിലെ കാർഷിക രംഗം അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രളയഭീതി ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. AC കനാലിന് ഒന്നാം ഘട്ടം തുറന്ന് അതിലൂടെ അതിനെ സംബന്ധിച്ച് സബലർ IC ചാക്കോയും അതോടൊപ്പം തന്നെ ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷനും ഒക്കെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സാർ. അതുകൊണ്ട് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലയിലെ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന AC കനാൽ അടിയുന്നവ തുറക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ സബ്മിഷനോട് ഞാൻ ചോദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് AC കനാൽ. മനക്കച്ചിറ മുതൽ ഒന്നാംകര വരെയുള്ള ഭാഗം ഒന്നാം ഘട്ടം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടമായി വരുന്ന ഒന്നാംകര മുതൽ നെടുമുടി വരെയുള്ള ഭാഗമാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സെക്ഷൻ. അതോടൊപ്പം തന്നെ അതിൻ്റെ മൂന്നാം ഭാഗവുമുണ്ട്, പള്ളുരുത്തി വരെ എത്തി നിൽക്കുന്നതാണ് AC കനാൽ. എന്നാൽ രണ്ടാം ഘട്ടം ഒന്നാംകര മുതൽ നെടുമുടി വരെയുള്ള ഭാഗം അത് പ്രയോജനകരമാക്കാൻ സാധിക്കും. അവിടെ ഉയർന്നു വരുന്ന ഫ്ലഡ് നിയന്ത്രിക്കാൻ ടൂറിസം സാധ്യതകൾക്കെല്ലാം വളരെ പ്രയോജനകരമാകത്തക്ക സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. AC കനാൽ ആ നിലയെ തുറക്കുക എന്നുള്ള നിലയിലാണ് ഗവൺമെൻറ് മുന്നോട്ട് ചർച്ചകളുമായി പോകുന്നത്. രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഒന്നാംകര മുതൽ നെടുമുടി വരെയുള്ള ഭാഗം അതിന് കുട്ടനാട് പാക്കേജിൽ ഒന്നാം ഘട്ടം നടത്തിയതുപോലെ തന്നെ വരുന്ന കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായി തന്നെ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിച്ചുകൊണ്ട് അതിനാവശ്യമായ നടപടികളുമായി പോകുന്നു. ബന്ധപ്പെട്ടവരുമായി ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. AC കനാൽ ആ നാടിൻ്റെ ഒരു ആവശ്യമാണ്, പ്രത്യേകിച്ച് ടൂറിസത്തിൻ്റെയും. മാത്രമല്ല, ഇത് ഈ നെടുമുടി ചെന്നാൽ ഇത് ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് പമ്പയിലൂടെയാണ് ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യവും കർഷകർക്കും പ്രയോജനകരമാണ്. അതുകൊണ്ട് വളരെ നല്ല നിലയിൽ അക്കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്ന് ഇതിൻ്റെ അനന്തര നടപടികൾ സ്വീകരിക്കുന്നതാണ്.